കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കൾക്കും പുറമെ ന്യൂജൻ ലഹരി വസ്തുക്കളും വിൽപ്പനയ്ക്കെത്തുന്നവരുടെ ഹബ്ബായി പൊന്നാനി താലൂക്കിന്റെ വിവിധയിടങ്ങൾ മാറുന്നു. ഇതോടെ മയക്കുമരുന്ന് വിൽപ്പന കണ്ണികളെ പിടികൂടാൻ ശക്തമായ നടപടികളുമായി പോലീസ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ശനിയാഴ്ച വിൽപ്പനയ്ക്കെത്തിച്ച് 10 കിലോ കഞ്ചാവുമായി 6 പേരാണ് പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായി അഭൂതപൂർവമായ തരത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും പൊന്നാനി, എടപ്പാൾ, വെളിയങ്കോട്, പെരുമ്പടപ്പ് മേഖലകളിലായി നടക്കുന്നതെന്നാണ് കണക്കുകൾ. പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വൻതോതിലാണ് NTPS കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 2020-ൽ 8 കേസുകൾ മാത്രമുണ്ടായിരുന്ന ഇടത്ത് 2021-ൽ 26 കേസുകളും 2022-ൽ 113 കേസുകളും 2023-ൽ 145 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം 39 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട 10%-ൽ താഴെ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് വിവരം. ഇതുകൂടാതെ പൊന്നാനി സർക്കിൾ എക്സൈസ് ഓഫീസിലും കുറ്റിപ്പാല എക്സൈസ് ഓഫീസിലും വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ടകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നത്. പ്രധാന നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും നാട്ടിൻപുറങ്ങളിൽ സജീവമാണ്. പൊന്നാനി ഭാഗങ്ങളിൽ നടത്തുന്ന മയക്കുമരുന്ന് വിൽപ്പന കണ്ണികളെ പിടികൂടാൻ പോലീസ് ശക്തമായ നടപടികളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിലെ യുവാക്കളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരിമരുന്നുകളുടെ വിൽപ്പന ഏറെ ആശങ്കയുണർത്തുന്നതാണ്. അതീവ ഗുരുതരമായ മയക്കുമരുന്നുകളും കഞ്ചാവുമാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. ഇതുപോലെ സമാനമായ സംഭവങ്ങൾ മുമ്പും പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താൻ കൊണ്ടുവന്നതാണ് ഇവയെല്ലാം എന്നതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പിടിയിലായവർക്കു പുറമെ വൻ റാക്കറ്റ് തന്നെ ഇതിനു പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു. ഗുരുതരമായ ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതോടെ അവയ്ക്കടിമപ്പെട്ടു പോകുന്ന വരും തലമുറയുടെ അവസ്ഥ അത്രമേൽ ഭീകരമാകുമെന്നതിനാൽ ശക്തമായ നിയമവും പരിശോധനകളുമായി പൊന്നാനി പോലീസും സംഘവും രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെടെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയവരാണ് ലഹരി ഉപയോഗവുമായി രംഗത്തുള്ളത്. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.